ഞാനേ ഈ പ്രോജക്റ്റ് നിർത്തുകേട്ടാ. ചന്ദ്രകാന്ത നിർത്തുകയാണ്. എനിക്ക് നല്ലൊരു പുതിയൊരു മൂവി സെറ്റ് ആയിരുന്നു, പുതിയ പ്രോജക്റ്റ്. അപ്പൊ എന്താ പറയേണ്ടത്? ഇപ്പം പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞാൽ മതിയാ? ചെയ്തത് വളരെ മോശമായി. ചേട്ടനാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് വരെ ഉണ്ടല്ലോ അച്ഛന്റെ വിഹിതം എന്ന് പറഞ്ഞ ഡിപ്രഷൻ ആയിട്ട് ഇരിക്കണായിരുന്നു. അപ്പൊ ഇന്നലെ മിനിങ്ങാന്നെങ്ങാണ്ട് നോക്കുമ്പോ വില്ലിച്ചന്റെ വിഹിതത്തിന് സപ്പോർട്ട് ചെയ്യും. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ആ ടൈമിൽ പെട്ടെന്ന് ആലോചിച്ചപ്പോ പിന്നെ ചിന്തിച്ചപ്പോ മനസ്സിലായി അച്ഛനെ പറ്റിപ്പോ തെറ്റ് അടിക്കുന്ന സീനേ ഉള്ളൂ. അപ്പൊ വിനായക ചേട്ടൻ പറഞ്ഞു അതിന്റെ ഫുൾ ഫോം കൂടി പറഞ്ഞിട്ട് അടിക്കാന്ന്, അപ്പൊ ഒരു രസം ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ദാമോദരൻ ഡെൽസൺ ഇടക്കൊച്ചി എന്ന് പറഞ്ഞു. ഡെൽസൺ അല്ല ഡിൽമൺ ആക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു ഡിൽമൺ എടുക്കും. ചേട്ടന്റെ ഡെയിലി പേയ്മെന്റ് ഒരു 1 lakh ഒക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. എന്താ അങ്ങനെ അറിഞ്ഞിരിക്കട്ടെ, നിന്റെ ഞാൻ എന്തോ പറയാ. ചേട്ടനെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ചേട്ടന്റെ ഫസ്റ്റത്തെ ആ ഒരു എപ്പിസോഡ് ഇട്ടേ ഭയങ്കര ഇഷ്ടം. ചേട്ടൻ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഒരാണ് ഇഷ്ടം പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെയാണ് ഇരിക്കണേ. ഇതാണ് ഇഷ്ടം പറയാൻ പോലും തോന്നുന്നില്ല. റിജക്ഷൻ വേദനിപ്പിച്ചിട്ടുണ്ടോ ലൈഫിൽ? ഇല്ല, അതിന് ശീലം. ആദ്യമൊക്കെ ഒരു വിഷമം തോന്നുന്നില്ല, പിന്നെ ഇങ്ങനെ ശീലം. അതെ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കംപക്കത്തിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചക്കംപക്കത്തില് ഇന്ന് എന്റെ കൂടെയുള്ള നമ്മുടെ കുടുംബം പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായിട്ടുള്ള സജീഷേട്ടനാണ്. അയ്യോ, സജീഷേട്ടനല്ല, ഗൗതം സർ. സജീഷേട്ടൻ വെൽക്കം ടു ദി ഷോ. ചേട്ടനെ കാണുമ്പോ തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കണായിരുന്നു, സത്യത്തിൽ ആരാണ് ഈ അമ്മയും മോളും? ഇപ്പൊ നമ്മുടെ സീരിയലിൽ പോകുന്ന ഒരു അമ്മയും മോളും ഇല്ലേ? ആദ്യം പറഞ്ഞു അച്ഛന്റെ അവിഹിതാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു വല്യച്ഛന്റെ അവിഹിതം. വല്ലാത്തൊരു ട്വിസ്റ്റ് ആയി പോയി. വല്യച്ഛന്റെ മോളാണ്, വല്യച്ഛന്റെ അവിഹിതമാണ് ശരിക്കും. ചേട്ടൻ ചെയ്തത് വളരെ മോശമായി. ചേട്ടനാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് വരെ ഉണ്ടല്ലോ അച്ഛന്റെ വിഹിതം എന്ന് പറഞ്ഞ ഡിപ്രഷൻ ആയിട്ട് ഇരിക്കണായിരുന്നു. അപ്പൊ ഇന്നലെ മിനിങ്ങാന്നെങ്ങാണ്ട് നോക്കുമ്പോ വല്യച്ഛന്റെ വിഹിതത്തിന് സപ്പോർട്ട് ചെയ്യണം. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ആ ടൈമിൽ പെട്ടെന്ന് ആലോചിച്ചപ്പോ പിന്നെ ചിന്തിച്ചപ്പോ മനസ്സിലായി അച്ഛനെ പറ്റിപ്പോ തെറ്റ് ആ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അല്ലല്ല, അതിന് മുന്നേ സപ്പോർട്ട് എപ്പിസോഡ് കണ്ടിട്ടില്ലാണ്. അതിലൊരു എപ്പിസോഡ് മിസ്സായി പോയിട്ടുണ്ട്. അതിലൊരു എപ്പിസോഡ് മിസ്സായി പോയിട്ടുണ്ട്. എന്നാ ഇത് എത്രാമത്തെ എപ്പിസോഡാ? എണ്ണോന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഫസ്റ്റ് തൊട്ടേ കാണാറുണ്ടായിരുന്നു. ചേട്ടൻ കൈ കഴുകിയപ്പോഴല്ലേ അനിയൻ പെണ്ണിനെ അടിച്ചോണ്ട് പോയത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റിന്റെ പേര് ചക്കം പക്കം എന്നാണ്. അപ്പൊ ചക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പക്കം എന്ന് പറഞ്ഞാൽ ടാസ്കുകളാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഉഷാറില്ലാണ്ടിരിക്കണേ, തുടങ്ങല്ലേ? അപ്പൊ ചക്കം പക്കത്തില് യെസ് ആണെങ്കിൽ വെള്ളം കണ്ട കുറച്ച് വെള്ളം കുടിക്കാം. യെസ് ആണെങ്കിൽ വെള്ളം കുടിക്കാം. വെള്ളം കുറെ കുടിക്കേണ്ടി മിക്കവാറും. തുടങ്ങിയാലോ? അപ്പൊ ഞാൻ ചോദിക്കാൻ പോകട്ടോ, സിനിമയിലേക്കുള്ള ഒരു വഴി മാത്രമാണ് എനിക്ക് സീരിയൽ? അല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു കരക്കമ്പി കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സീരിയലിൽ നമ്മുടെ ഫേസ് രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ സിനിമയിലോട്ടുള്ള ഓഫേഴ്സ് കുറവായിരിക്കും എന്നൊക്കെ. അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ സീരിയൽ വന്നിട്ട് ഇപ്പൊ 3 പടം ഞാൻ ചെയ്തു. പിന്നെ ഇതില് മെയിൻ പ്രശ്നം വരുന്നത് ഡേറ്റിന്റെ പ്രശ്നങ്ങളാണ്. അവര് വിളിക്കുമ്പോഴുള്ള നമ്മുടെ ഡേറ്റ് അവൈലബിലിറ്റി പ്രശ്നം മാത്രമാണ്. അല്ലാണ്ട് വേറെ സീരിയൽ ചെയ്തോണ്ട് സിനിമ കിട്ടില്ല അങ്ങനെയൊന്നുമില്ല. ആണോ? അപ്പൊ നമുക്ക് ടാസ്ക്, ചന്ദ്രകാന്തമല്ലാതെ ചേട്ടൻ കാണുന്ന ഓർ കണ്ടിരുന്ന 3 മലയാളം സീരിയൽ പെട്ടെന്ന് പറയണം. കഥയറിയാതെ, മൗനരാഗം. ഞാൻ കഥയറിയാതെ കയ്യെത്ത് ദൂരത്ത് മൗനരാഗം. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പരമ്പരയിലെ ആദ്യ നായക ലക്ഷ്മിപ്രിയ സീരിയലിൽ നിന്നും പിന്മാറിയത് ഒരുപാട് ആരാധകരെ നിരാശയിലാഴ്ത്തിയിരുന്നു. വെള്ളം കുടിക്കാത്ത
ഞാൻ ഈ ചേട്ടൻ ഗൗതം സർ ആൻഡ് നന്ദ ആ ഒരു കോംബോ ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആയിരുന്നു. അപ്പൊ ചേച്ചി പെട്ടെന്ന് മാറിയപ്പം ലൈക്ക് അത് എന്തെങ്കിലും ഇതുണ്ടായിരുന്നു? ഇല്ല, കുട്ടിക്ക് വയ്യാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ അവര് തമിഴിലൊരു സീരിയൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ഡേറ്റ് കോഡും പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് മാറിയതാ. അപ്പൊ ഞാൻ ഇപ്പോഴും ഈ കോമന്റ് സെക്ഷനിൽ നോക്കുമ്പോ ലക്ഷ്മിപ്രിയ ആയിരുന്നു അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ പുതിയ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആദ്യം ഫസ്റ്റ് കാണുമ്പോഴുള്ള ആൾക്കാരുള്ളൂ, ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ, അതാണ് പറ്റിയത്. മാറിയപ്പോ ഇപ്പം കുട്ടി ആ ട്രാക്കിലേക്ക് വന്നു, ഇപ്പൊ ഓക്കെയാണ്, ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നുണ്ട്. അല്ല ഇപ്പൊ നമ്മള് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഒരാൾ ചെയ്ത് കഴിഞ്ഞ് വേറൊരാള് റീപ്ലേസ് ചെയ്യുമ്പോ ഒരിക്കലും ആളുടെ ഒരു ഇത് വരൂലെന്ന്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ ചിലപ്പോൾ ലക്ഷ്മിപ്രിയുടെ സ്റ്റൈലല്ല, ഈ പുതിയ രണ്ട് സ്റ്റൈലാണ്. ഇപ്പൊ ഈ കുട്ടി ഇപ്പൊ ട്രാക്കിലേക്ക് വന്നു, ഇപ്പം ആൾക്കാർ നന്ദിയായിട്ട് ഈ കുട്ടി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു, ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം കുറച്ചൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിപ്പം റീസെന്റ് ആണ് ഇങ്ങനെ കോമന്റ് സെക്ഷനിൽ ഇങ്ങനെ കണ്ടത്, ലക്ഷ്മിപ്രിയ ആൻഡ് ഗൗതം ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഏത് നന്ദായാലും കുഴപ്പമില്ല. ചേട്ടന് കുറച്ചും കൂടെ ഇഷ്ടം ആരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ? ഇല്ല, രണ്ടുപേരും കംഫർട്ടബിൾ ആണ്, രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റ് ആണ്, രണ്ടും പ്രൊഫഷണൽ ആണ്, രണ്ടും നല്ല കംഫർട്ട് ആണ്. ചേട്ടൻ പറഞ്ഞാലും ചേട്ടൻ ഇൻട്രോവേർട്ട് ആണെന്ന്, പക്ഷെ ചേട്ടൻ റീൽസ് ഒന്നും കണ്ട ഇൻട്രോവേർട്ട് ആയിട്ട് തീരെ തോന്നില്ല. നിർബന്ധിച്ചിരിക്കുന്നില്ല, സീരിയസ്ലി. ഞാൻ ചെയ്യില്ല, ചോദിച്ചു നന്ദയോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ ഇന്റർവ്യൂ ചോദിച്ചു നോക്കും, അവര് നിർബന്ധിച്ചും കൂടി ചെയ്യില്ല. ഞാൻ ചേട്ടന്റെ ഒരു റീല് കണ്ടായിരുന്നു, ചേട്ടനും അർജുൻ ചേട്ടനും കൂടെ ഉള്ളത്, മറ്റേ അല്ല മറ്റേ സക്കീർ ബൈഡ് പറഞ്ഞില്ലേ, നല്ല ചേച്ചിയാണെങ്കിൽ എനിക്കും കൂടെ അതാണ് എനിക്ക് ഇൻട്രോവേർട്ട് ആയിട്ടൊന്നും തോന്നില്ല കേട്ടോ. നമ്മള് മാത്രമേ ഉള്ളൂ, ഞാനും അവര് മാത്രമേ ഉള്ളൂ. ഈ ക്യാമറ ഇൻട്രോവേർട്ട് ആവുന്നത്, ക്യാമറ വരുമ്പോ ഇൻട്രോവേർട്ട് ആണ്. ഓക്കെ, നമുക്ക് ടാസ്കിലോട്ട് പോവാലോ. ഞാൻ കുറച്ച് സിനിമകളുടെ പേര് പറയും, ആ സിനിമയ്ക്ക് മറ്റൊരു പേര് ചേട്ടൻ സജസ്റ്റ് ചെയ്യണം. ഞാൻ കുറച്ച് സിനിമയുടെ പേര് പറയും. മീശമാധവൻ. മീശമാധവന് ചീക്കോ, സ്ഥലത്തിന്റെ പേര് ചേക്ക് വിട്ട് മാധവൻ അങ്ങോട്ട് പോലെ പറഞ്ഞില്ലേ, അതാണ് ഒരു സിനിമയുടെ പേര്. സിനിമ കുറച്ചിങ്ങനെ എന്താ പറയാ, ഇത്തിപ്പരം പക്കി അല്ല ഇത്തിക്കരം, അങ്ങനത്തെ കുറച്ചും കൂടെ ഇത്തിക്കരം പക്കി, അങ്ങനത്തെ കുറച്ച് ഇടിവെട്ടായിട്ടുള്ള പേരുകളൊക്കെ വരട്ടെ. മീശമാധവന് ഒട്ടും താഴ്ത്തോട്ടാക്കാം, കള്ളമാധവൻ. ഓക്കെ, എന്നാലും ഞാനൊരു 10-ൽ 6 ഒക്കെ ആട്ടോ അതിനെ തരുള്ളൂ. അത് മതിയോ? അടുത്തത് സൂപ്പർ ആക്കണോ കേട്ടോ. ഈ പറക്കും കളിക. ബസ് മുതലാളി. താമരാക്ഷൻ പിള്ള. ഓക്കെ, CID മൂസ. CID സമൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാം, 10/10. ഓക്കെ, ക്രോണിക് ബാച്ചിലർ. പേരൊക്കെ മറന്നല്ല. ക്രോണിക് ബാച്ചിലർ നമ്മുടെ മനസ്സിലായി, പടം മനസ്സിലായി. കുറച്ചും കൂടെ ഒരു ഇതിനെ വെല്ലയുടെ ഒരു പേരായിക്കോട്ടെ. ഇതൊന്ന് മലയാളത്തിലാക്കി നോക്കിയാ. ക്രോണിക് ബാച്ചിലർ മലയാളത്തിൽ. കെട്ടാത്തവൻ, കല്യാണം കഴിക്കാത്തവൻ. പെണ്ണ് കിട്ടാത്തവൻ. മഞ്ഞുമൽ ബോയ്സ്. കുഴിയിൽ വീണ ചങ്ക്. അടിപൊളിയായിരുന്നു കേട്ടോ, ആ പേര് കൊള്ളാം. ഇതുവരെ പേരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ്. ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു തനക്കനവും ഇല്ലാതെയാണ് നടി രഞ്ജിനി ചന്ദ്രകാന്തത്തിലെ മുഖ്യവേഷം ചെയ്യുന്നത്. സീരിയൽ ആർട്ടിസ്റ്റ് എന്നല്ല, ഒരു സീനിയർ ആർട്ടിസ്റ്റ്, ഒരു തലക്കനവും ഇല്ല. അത് ഞാനും കേട്ടു. വെള്ളം കുടിക്കണം. യെസ് ആണോ വെള്ളം? വെള്ളം കുടിക്കണ്ട. യെസ് ആണോ വെള്ളം മസ്റ്റ് ആണ്. നമ്മൾക്ക് തോക്കുമ്പോഴാണ് വെള്ളം കുടിക്കുന്നത്. തോക്കുമ്പോഴാണ് വെള്ളം കുടിക്കണത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് വെറൈറ്റി ചേട്ടാ. ഒരു തലക്കനമില്ല. രഞ്ജിനി ചേച്ചി രഞ്ജിനി ഞങ്ങളൊക്കെ വിചാരിച്ചു വരുമ്പം ചിത്രത്തിൽ ചെറുപ്പത്തിൽ കണ്ട നായികയല്ലേ, ചിത്രത്തിൽ ഇഷ്ടപ്പെട്ട നായിക. ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഒപ്പം ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ ജൂനിയർ ആയിട്ട് അവരെ നോക്കുമ്പോ ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ്. ചേച്ചി ഭയങ്കര ഡൗൺ ടു എർത്ത് ആണല്ലേ ശരിക്കും. സോറി ചേട്ടാ, ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, ആ വീഡിയോ ഞങ്ങളെ ഉണ്ടായിരുന്നത് പക്ഷേ കഴിക്കുന്നല്ലേ, ആ വൈറൽ ഫേസ്ബുക്കിൽ വീഡിയോ ഞങ്ങളൊക്കെ ആയിരുന്നു. അല്ല, അവരെ നോക്കുമ്പോ ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റാ. അല്ല, ചേച്ചി ഇടയ്ക്ക് വെച്ച് ചേച്ചിനെ കാണാനല്ല, ചേച്ചി അവിടെ പോയി
ചെയ്യാം. അത് ഒരു ക്യാരക്ടർ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. എന്നാലും തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഈ മഹാദേവന്റെ കഥ തിരിച്ചു വരാൻ പറ്റുള്ളൂ. ട്വിസ്റ്റ് വേണ്ടേ? ട്വിസ്റ്റ് മാറിക്കണ്ടേ? ചേച്ചിക്ക് ഡേറ്റ് ഇല്ലാത്തോണ്ടുള്ള ഒരു ചെറിയ ഡേറ്റ് ഇല്ലാത്തതൊന്നുമല്ല, ആ കഥയിൽ അങ്ങനെയായിരുന്നു. കഥയ്ക്ക് വേണ്ടിട്ട് അങ്ങനെ ചെയ്ത. അല്ല, ഒരു അർജുൻ കുറെ നാളായിട്ട് അർജുൻ വരുന്നു, ഇപ്പൊ വരും. ആ ഇപ്പൊ വരും. അർജുന്റെ എൻട്രി ആണ് ഈ വീക്കില്. ആണല്ലേ? ഓക്കെ. ഇനി ഞാനിനി കുറച്ച് നടിമാരുടെ പേര് പറയും. അവരുടേതായിട്ടുള്ള മലയാളം മൂവീസ് ചേട്ടൻ പറയണം. സിമ്പിൾ ആണ്. ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ, എനിക്ക് എല്ലാം ഉണ്ട്, പക്ഷെ പേരിട്ടില്ല. ഭയങ്കര പ്രശ്നങ്ങൾ. സപ്പോർട്ട് ചെയ്യാം. ഭയങ്കര പ്രശ്നമാണ്. കഥയൊക്കെ ഞാൻ പറയും, പക്ഷെ പേരിട്ടില്ല. ക്യാരക്ടർ നെയിം ഞാൻ ക്ലൂ തരാം, അപ്പൊ ചേട്ടന് കിട്ടും. ഓക്കെ. ജൂഹി ചൗള. ഹരികൃഷ്ണൻസ്. പൊന്നാമ്പൽ പുഴയിരമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? ഓർമ്മയുണ്ടോ? ഹരികൃഷ്ണൻസ്. ആ അതെ. ഓക്കെ. വസുന്ധര ദാസ്. ടിക് ടിക് 1, ടിക് ടിക് 2. മോഹൻലാലിന്റെ പടം താണ്ടോ? പാട്ട് എടുത്തേ. പൊട്ടുകുത്തടി പൊടവ ചുറ്റടി ജിഗ 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 ജിഗ. രാവണപ്രഭു. അതെ. ഓക്കെ. സൗന്ദര്യ. സൗന്ദര്യ താണ്ഡവം. താണ്ഡവ സൗന്ദര്യല്ലേ? താണ്ഡവത്തിലോ? ഞാൻ കണ്ടിട്ടില്ല. അല്ല, സൗന്ദര്യ കിടിച്ചോട് മാറും. ഓക്കെ. ഖുശ്ബു. ഖുശ്ബുവിന്റെ കുറെ ഉണ്ട് ഇപ്പം. വേണ്ടേ വേണ്ട. അല്ലല്ല, പഴയ പടമുണ്ട്, മറ്റേ വൃദ്ധന്മാർ നഗരത്തിൽ. ഓക്കെ. ജ്യോതിക. ജ്യോതികയുടെ അവസാനം മമ്മൂട്ടിയുടെ പടം ഏതാ? കാതൽ. 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 ഓ, നൈസ് നൈസ് നൈസ്. ഓക്കെ. ചന്ദ്രകാന്തം ലൊക്കേഷനിലെ ഏറ്റവും ഫൺ വൈബ് ആർട്ടിസ്റ്റ് മിയ ചേച്ചിയാണ്. മിയ ചേച്ചിയോ? മിയ. എല്ലാരും ഫണ്ണ് വൈബാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരാളൊന്നുമില്ല, എല്ലാരും ഫണ്ണാണ്. എല്ലാരും ഫണ്ണാണ്. എന്നാലും ഏറ്റവും ഫണ്ണാരാ? മിയ നല്ല ഫണ്ണാണ്. നന്ദ പുതിയ നന്ദ ഫണ്ണാണല്ലോ. കുറച്ച് വെള്ളം കുടിച്ചു. മിയനെ സെഗ്മെന്റ് ഫുൾ വെള്ളം തീർന്നിരിക്കണം. ഓക്കെ. ഹൈഡ്രേഷൻ മുഖ്യം. എനിക്ക് വേർത്ത് തുടങ്ങി. അങ്ങനെ പറയില്ല കേട്ടോ. കമന്റ് ബോക്സിലൊക്കെ ഈ ആങ്കർ എന്താണ് ആർട്ടിസ്റ്റിനെ വേർപ്പിച്ചു എന്നൊക്കെ പറയൂ. അപ്പൊ നമുക്കാണെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാം. മിയ ചേച്ചിനെ ഒന്ന് വിളിക്കാൻ പറ്റും? എടുക്കില്ല. എന്താ എടുക്കില്ല? വിളിച്ചാല് സീരിയസ്ലി ചേട്ടൻ ആണ്ട് എടുക്കാത്ത? അല്ലല്ല, അവൾ ഫോൺ എടുക്കില്ല. എന്താ പറയാൻ പോണേ ചേച്ചിനെ വിളിച്ചിട്ട്? എന്താ ഞാനിനി സീരിയലില്ല, എനിക്ക് സിനിമയിലോട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അതൊന്നും വിശ്വസിക്കൊന്നുമില്ല. സൂപ്പർ ഓഫർ വന്നിട്ടുണ്ട്. പിന്നെ ആദ്യം നിന്റെ അടുത്താ പറയണമെന്ന്. ഒന്നാമത് ഞാൻ അവർക്ക് അറിയാൻ വിളിക്കാറില്ല. ഫഹദ് ഫാസിൽ. ചേട്ടാ സ്പീക്കർ. ഹലോ, എവിടാണ്? അതെ ഞാനേ ഇപ്പൊ അതിട്ട് നിർത്തുകേട്ടാ. ചന്ദ്രകാന്തം നിർത്തുകയാണ്. എനിക്ക് നല്ലൊരു പുതിയൊരു മൂവി സെറ്റ് ആയിട്ടുണ്ട്, പുതിയ പ്രോജക്റ്റ്. അപ്പൊ എന്താ പറയേണ്ടത്? ഇപ്പം പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞാൽ മതിയാ? പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞാൽ മതിയോ സംഭവം? സീരിയസ്ലി? പിന്നെ എന്ത് കിട്ടണത്? ഇന്റർവ്യൂ ഞാനേ ഒരാൾക്ക് കൊടുക്കാം, അവരോട് പറയും. ഹലോ ഹലോ ഹലോ, മിയ അല്ലേ? അതെ. ഞാനാണെങ്കിൽ ഇപ്പോ സജീഷ് അഭിനയിക്കുന്ന പുതിയ മൂവിയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ്. നീ ശരിക്കും പ്രൊഡക്ഷൻ കൺട്രോളറാ? ഹലോ, ഞാനിപ്പോ പുതിയതായിട്ട് നമ്മുടെ ഫഹദിക്കാടെ ഒരു പുതിയ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം സജീഷ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഫീമെയിൽ ലീഡിനെ കൂടെ വേണം. ഓ ശരി. ആരാ ഇത് ശരിക്കും?
ശരിക്കും ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെയാ. പേര്? എന്റെ പേര് മെഹർ. നമ്മുടെ മൂവിയുടെ പേര് മൈൽ സ്റ്റോൺ എന്നാണ്. അയ്യോ ശരിക്കും. അപ്പം സജീഷാണ് അപ്പം സജസ്റ്റ് ചെയ്തത്, മിയേനെ സജസ്റ്റ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു നല്ല നല്ല കുട്ടിയാണ്, ജസ്റ്റ് ഒരു ചാൻസ് കൊടുത്തു നോക്ക് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓഡീഷൻ വെച്ചിട്ടുണ്ട്, വരാൻ പറ്റുമോ? ഇല്ല. അതെന്താ? ഞാൻ ചെയ്യുന്നില്ല. അതെന്താ? ഇടയ്ക്ക് അവൈലബിലിറ്റി ഉള്ളപ്പോ മാത്രം വന്നാ മതി. എന്തോ അവൈലബിലിറ്റി ഉള്ളപ്പോ മാത്രം വന്നാ മതി. ഓ അങ്ങനെ. കേട്ടിട്ടില്ലാലോ. സൗണ്ടോ? ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇല്ലേ? അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ആരും എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. ഇല്ല, ഇത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഞാൻ മാത്രമാണെന്ന് തോന്നുന്നുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ഫീമെയിൽ ഉള്ളൂ. മിയക്ക് വരാൻ താല്പര്യമുണ്ടോ? ഇല്ല. അല്ല, ഇപ്പം ചന്ദ്രകാന്തത്തിൽ അല്ലെങ്കിലും നന്ദയ്ക്കാണ് കൂടുതൽ റോൾ ഉള്ളത്. അപ്പം എന്റെ ഒരു ഒപ്പീനിയനില് എന്തുകൊണ്ടും വേറൊരു ഓപ്ഷൻ നോക്കണതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നണത്. ഓപ്ഷൻ വേണ്ട. അത് ഫീമെയിൽ റോൾ എങ്ങനെയാ സജീഷ് അഭിനയിക്കാ? ആണോ? എന്നാ നമ്മള് വേറെ നോക്കിക്കോളാം. ഹലോ, പ്രൊഡക്ഷൻ കൺട്രോളറാണ് മെഹർ. എനിക്ക് നല്ലൊരു അവസരമല്ലേ നീ കളഞ്ഞത്? നല്ല കിട്ടിയ നല്ലൊരു അവസരമല്ലേ നീ കളഞ്ഞത്? നിനക്ക് എല്ലാരും സൗണ്ട് അറിയോ? ഒന്നുകൂടി കേട്ടു. ഹലോ ഹലോ, ഇത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്നായിരുന്നു ചേച്ചി വിളിക്കുന്നേ. ഷാജി പാപ്പൻ ചാനൽ അറിയോ? അപ്പൊ എന്റെ മുമ്പില് സജീഷന്റെ ഇന്റർവ്യൂക്ക് ഇത് വൈറലാവാൻ പോകുന്ന സാധനമാണ്. എനിക്കറിയാം ചേച്ചിയാണെങ്കിൽ ഇത് വൈറലാവും, അപ്പൊ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് കളിച്ചതാന്ന് എനിക്കറിയാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേച്ചി ഒന്ന് പേഴ്സണലി ഒന്ന് വിളിക്കാം. ചുമ്മാതെ പറഞ്ഞതാണ്. അപ്പൊ ഓഫർ ഇട്ടേ വരുമോ? അതെ അതെ. ചേച്ചി, ചേട്ടനാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. ശരിക്കും ഇൻട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് അല്ലേ? ഞാൻ അവിടെ കൊടുക്കുന്ന ടാസ്ക് ഒന്നും ചെയ്യണില്ല. ഇൻട്രോവേർട്ട് ആയിട്ട് അഭിനയിക്കണാണല്ലേ? ഞാൻ ചേട്ടന്റെ അടുത്ത് ചോദിച്ചപ്പോ റീൽസ് ഒക്കെ ചേച്ചി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണതാന്നൊക്കെയാ പറഞ്ഞത്. ചേച്ചിയുടെ പേരും പറഞ്ഞു, പിങ്കി ചേച്ചിന്നും പറഞ്ഞു. ആണോ? പക്ഷെ ഇൻട്രോവേർട്ട് അല്ലല്ലോ. പൊതുവേ വലിയ ഇഷ്ടമല്ല, കോമഡി റീൽസ് ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ ചേച്ചി, ചേച്ചി എനിക്ക് സീരിയൽ കണ്ടപ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിങ്കി, ചേച്ചിയുടെ ക്യാരക്ടർ പിങ്കി ആണല്ലോ. അതെ. ചേച്ചി പിങ്കി എന്തിനാ മറ്റുള്ളവരുടെ ഭർത്താവിനെ തട്ടിയെടുക്കണേ? ഞാൻ സ്നേഹിച്ച് ചെറുക്കനല്ലേ. അത് പറഞ്ഞ ഇപ്പൊ നന്ദയുടെ ഭർത്താവല്ലേ? അത് വെറുതെ എഗ്രിമെന്റ് അല്ലേ? എഗ്രിമെന്റ് അല്ലേ എന്നൊക്കെ. ഓക്കെ ചേച്ചി, സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവര് പറഞ്ഞു വിളിച്ചേട്ടോ, ഞാനായിട്ട് വിളിച്ചൊന്നല്ലേ കേട്ടാ. ഇവര് ഇങ്ങോട്ട് പറഞ്ഞ് മിയേനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ വിളിച്ചാണ്. ഓക്കെ, സന്തോഷായി, ഹാപ്പി. ദാമോദരൻ ചേട്ടനൊക്കെ എന്താ പറയണു? ദാമോദരൻ ചേട്ടൻ അറിയൂലേ? ദാമോദരൻ ഉണ്ണി മകൻ ഇടക്കൊച്ചി. അത് ഞാനാണ് ആ പേരിട്ടത്. പിന്നെ എവിടുന്ന് പേരൊക്കെ? ഡ്യൂഡിന്റെ ഫുൾ ഫോം വേണമെന്ന് പറഞ്ഞു. ഡ്യൂഡ്. അപ്പം വിനായകൻ ചേട്ടൻ പറഞ്ഞു ഇല്ല, ഡി നമ്മള് ഇതാക്കണ്ട, പൂർത്തീകരിക്കണ്ടേ. ദിവാകരനോ ദാമോദരൻ ഉണ്ണിമകൻ ഡിൽമിൻ ഇടക്കൊച്ചി എന്ന് പറയുമ്പോ എല്ലാവരും ദാമോദരൻ ഉണ്ണിമകൻ ദിവാകരൻ ഇടക്കൊച്ചി എന്ന് പറഞ്ഞാൽ ഡിൽമിൻ ഇടക്കൊച്ചി. അതെന്താ ശരിക്കുള്ള പേരാണോ? ഇല്ലല്ല, അപ്പം ഡ്യൂഡിന്റെ ഫുൾ ഫോം വേണമെന്ന് പറഞ്ഞു. അപ്പൊ വിനായകൻ ചേട്ടനാണ് ഐഡിയ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, ഡ്യൂഡ് എന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന സീനേ ഉള്ളൂ. അപ്പം വിനായകൻ ചേട്ടൻ പറഞ്ഞു
അവന്റെ ഫുൾ ഫോം കൂടി പറഞ്ഞിട്ട് അടിക്കാതെ അപ്പൊ ഒരു രസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ദാമോദരൻ ഉണ്ണിമകൻ ഡെൽസൺ ഇടക്കൊച്ചി എന്ന് പറഞ്ഞു. ഡെൽസൺ പറഞ്ഞ ഡിൽമൺ ആക്കാന്ന് പറഞ്ഞിട്ട് മിനിഞ്ചേട്ടൻ പറഞ്ഞു ഡിൽമൺ ഇടക്കൊച്ചി. അങ്ങനെ ഇട്ട പേരാ. ഭയങ്കര ഒരു വേറൊരു ലുക്കാണല്ലോ. ലുക്ക് ക്ലീൻ ഷേവ് അടിച്ച് ലുക്ക് വേറെ അല്ല. ഇപ്പം സാധാരണ ചേട്ടന്റെ ഇപ്പം വേറെ സീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊക്കെ ഒരു എന്താ പറയുക, ഡ്രസ്സിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറുമ്പോഴായിരിക്കും അറിയില്ല എന്താണ് അതിനകത്തൊരു ഭയങ്കര ഒരു മോഡാണ് ഒരു അത് ഈ ക്യാരക്ടർ അങ്ങനെയല്ലേ. ക്യാരക്ടർ ഇങ്ങനെ വൈറ്റ് പെയിന്റ് അടിച്ച് വരാൻ പറ്റില്ല. അതിന് വൈറ്റ് ഹെയർ ഒക്കെ അല്ലേ, അതിലാർക്കും മനസ്സിലായില്ല. മറ്റേ ഫസ്റ്റിൽ ആർക്കും മനസ്സിലായിരുന്നേ. അമ്മ കണ്ടിട്ട് എന്നെ കുറെ നോക്കിട്ട് പറയാം മോനില്ലേ ഈ സിനിമയില്. അതാണ് ഞാൻ വൈറ്റ് ഹെയർ ഒക്കെ അടിച്ചിട്ട് ട്രൗസർ ഒക്കെ ഇട്ട് പോകുന്നത്. അതാണ് സീരിയലുകളിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഓരോ ദിവസവും വളരെ വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന രീതിയിൽ ഒരു തെറ്റിദ്ധാരണ പ്രേക്ഷകരിലുണ്ട്. തെറ്റിദ്ധാരണ മാത്രം, തെറ്റിദ്ധാരണ സത്യം തെറ്റിദ്ധാരണയാണ്. ചേട്ടൻ ഭയങ്കര റിച്ച് ആണെന്ന് ഞാൻ അറിഞ്ഞത്. ചേട്ടന്റെ ഡെയിലി പേയ്മെന്റ് ഒരു 1 lakh ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താ എന്തുറ്റി മൊത്ത സീരിയലിന്റെ പരിപാടിയാണോ പറയുന്നത്? അല്ല, എന്നാലും ഞാൻ അങ്ങനെ ഒരു കരക്കമ്പി ഞാൻ കേട്ടായിരുന്നു. ചേട്ടനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ചേട്ടനാന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞിരിക്കട്ടെ, നിന്റെ വിശ്വാസം രക്ഷിക്കട്ടെ. ഞാൻ എന്ത് പറയാ. അല്ല, ശരിക്കും സീരിയൽ ഇങ്ങനെ കൊറേ നാൾ ഓടുന്ന ഇതാണല്ലോ, അപ്പൊ നല്ലൊരു വരുമാനം കിട്ടൂലേ? ഡെയിലി വേജസ് ആണ് എല്ലായിരിക്കും. 1 lakh ഒന്നും എങ്ങനെ മുതലാവാനാണ്? അല്ല, അത് ഞാൻ വെറുതെ ഇറങ്ങി നോക്കിയതാ, പക്ഷെ ഒത്തില്ല. ഡെയിലി വേജസാ. അല്ല, പൊതുവെ നായകന്മാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പേയ്മെന്റ് ഉണ്ടാവുക. സീരിയലില് നായികമാരാണല്ലോ മെയിൻ. ആണോ? സീരിയൽ എപ്പോഴും ഫീമെയിൽ ഇമ്പോർട്ടൻസ് ആണല്ലോ, സിനിമയാണല്ലോ മെയിൽ ഇമ്പോർട്ടൻസ്. ചേട്ടൻ ഞാൻ അറിഞ്ഞത് പക്ഷെ ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടണ നായകൻ ചേട്ടനാണ്. അവരോട് ചേട്ടൻ എന്ത് പറയാനുണ്ട്? ആരോട്? അങ്ങനെ പറയണ ആൾക്കാരോട് പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാനിപ്പോ എന്താ പറയാ, അവർക്ക് അത് പറഞ്ഞോണ്ട് ഒരു സന്തോഷം. അയ്യോ അങ്ങനെയല്ല, അവർക്ക് പറഞ്ഞോണ്ട് സന്തോഷം കിട്ടുമല്ലോ പറഞ്ഞോട്ടെ. ഞാനിപ്പോ എന്താ പറയാനാ, എനിക്ക് കിട്ടുന്ന വരുമ്പോ എനിക്കല്ലേ അറിയുള്ളൂ. ചേട്ടാ, അപ്പൊ എനിക്ക് കൊറേ നാളുടെ ഡൗട്ടായി. ഈ സീരിയലില് നമ്മൾ തന്നെ കോസ്റ്റ്യൂം കൊണ്ടുപോകണം, നമ്മൾ തന്നെ കോസ്റ്റ്യൂം കൊണ്ടുപോകണം. അവര് കോസ്റ്റ്യൂം ഒന്നും തരൂല. അപ്പൊ അതിന് വേറെ പേയ്മെന്റ് വരുമോ? അപ്പൊ എല്ലാം കൂടി ചേർത്ത പേയ്മെന്റ് ആണോ? ഒറ്റ പേയ്മെന്റാ. ഓ, അപ്പൊ കൊറേ ഡ്രസ്സൊക്കെ വാങ്ങാല്ലേ? ഡ്രസ്സൊക്കെ നിറഞ്ഞു. അപ്പൊ ഈ ഇട്ടേക്കാൻ ഇത് സീരിയൽ ഇട്ടിട്ടുണ്ടാ? ഇട്ടിട്ടില്ല, ഇടണം. ഓ, എനിക്ക് കാണാം വരും എപ്പിസോഡുകളിൽ കാണാം. അപ്പൊ പോലീസിന്റെ ആ ഒരു വേഷം യൂണിഫോം അവര് പ്രൊവൈഡ് ചെയ്യുമല്ലേ? ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ചേട്ടാ, അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ പോലീസുകാരെ ഹീറോ ആക്കണതല്ലേ അവർക്ക് ലാഭം? പോലീസുകാരെ ഹീറോ ആക്കണതല്ലേ ലാഭം? അപ്പൊ ഡ്രസ് കൊടുക്കണ്ടല്ലോ. അഭിനയല്ലേ, എല്ലാ പോലീസുകാർക്ക് അഭിനയിക്കണം. കാരണം അവർക്ക് അത് മാത്രല്ല, ഈ പോലീസുകാർക്ക് സീരിയൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അവർക്ക് 15-20 ദിവസം ലീവ് കിട്ടും എല്ലാ മാസം. അപ്പൊ ഒരു മാസത്തിൽ എത്ര ദിവസം ഷൂട്ട് ഉണ്ടാവും? 15 to 20 days എങ്കിലും ഉണ്ടാവും ഒരു മാസത്തില്. ഓ, പോലീസുകാർക്ക് ലീവ് കിട്ടില്ലല്ലോ, ജോലി വേണ്ടേ? അതെ, നമ്മളെ കഞ്ഞിയില് പാറ്റിടാൻ വേണ്ടിട്ടാണോ? അല്ല, ഞാന് അതുപോലെ തന്നെ നമ്മുടെ ഊർമിള ദേവി ഇല്ലേ, നമ്മുടെ ഏതാ ചന്ദനമഴയിലെ, ഇതിനകത്ത് ക്യാരക്ടറിന്റെ പേര് ഞാൻ ഓർക്കണില്ല. ഇവർക്ക് രണ്ടാൾക്കും സെയിം ആർട്ടിസ്റ്റ് ആണോ ഡബ് ചെയ്യണത്? വല്യമ്മയ്ക്കും ചെറിയമ്മയ്ക്കും സെയിം സൗണ്ട് ഏകദേശം സെയിം ലുക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അതല്ല, പക്ഷെ ഞാൻ ഈ കമന്റ് ബോക്സിലൊക്കെ നോക്കുമ്പോ എല്ലാവർക്കും സംശയമുണ്ട്. ഡബിങ് ഒക്കെ അറിയില്ലേ? ചേട്ടാ എന്താ ചേട്ടൻ ആ സിനിമ അല്ല, ഊർമിളാദേവി അല്ലല്ലോ, അനസൂയ എന്നല്ലേ ക്യാരക്ടറിന്റെ പേര്? ആ, ചെറിയമ്മേനെ ഈ ഒരു റോള് ചെയ്യിപ്പിക്കുന്ന കുറച്ചും കൂടെ റേറ്റിംഗ് കൂടുതൽ കിട്ടാനാണോ? നമ്മൾ റേറ്റിംഗ് താണായിരുന്നു, അപ്പൊ ഒന്ന് പൊക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ, പക്ഷെ അതില്ല, ഗസ്റ്റ് റോളാണ്. കഴിഞ്ഞു 2-3. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അവിഹിതത്തിന്റെ കഥ പറയണ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതിനകത്ത് കമന്റ് സെക്ഷനിലൊക്കെ നോക്കുമ്പോ ഫുൾ ഊർമിളാദേവി. ഈ ഒരു ക്യാരക്ടർ, കാരണം ആളുകള് കൂടുതൽ ആൾക്കാരെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ചന്ദനമഴയുടെ. ഏറ്റവും കൂടുതൽ റേറ്റിംഗിന്റെ സീരിയലാണ്. അല്ല, ഒരു മാറ്റമില്ല, ആ ഒരു സീരിയലിൽ നിന്ന് ആ ഒരു സെയിം ലുക്ക് തന്നെ. ഈ ഒരു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഡയറ്റും കാര്യങ്ങളും എക്സസൈസും.
അല്ല എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ചന്ദനമഴയിലെ ഊർമിള ദേവിയുടെ ആ ഒരു സെയിം സൗണ്ട് തന്നെയായിരുന്നു ഇതിലും സൗണ്ട്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, സെയിം ഡബിങ് ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു. സെയിം ആണെന്ന് ചോദിച്ചത്. അവരുടെ രണ്ടാളുടെ സെയിം ആണ്, ഇവരുടെ രണ്ടാളുടെ സെയിം ആണ്. എനിക്ക് തോന്നിയത് കേട്ടോ, എല്ലാം എന്റെ തോന്നലുകൾ മാത്രം. അതെനിക്കറിയില്ല, സീരിയസ്ലി അറിയില്ല. ഓക്കെ, ടാസ്ക്. ഞാൻ കുറച്ച് നമ്മുടെ നടന്മാരുടെ പേര് പറയും, അവരുടെ ഏജ് ഒന്ന് ചേട്ടൻ വെറുതെ പറയാം. ചേട്ടൻ അറിയായിരിക്കും, സിമ്പിൾ സാധന. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, DQ. 38. നോ, 38 അല്ല, 40. നിവിൻ പോളി. സെയിം 40. നോ, 39. ടോവിനോ തോമസ്. ടോവിനോ 37. 35. 35 അല്ല, 37. എന്താ 37 ഉണ്ടാവും ചേട്ടാ. ഈ ചേട്ടൻ പറഞ്ഞു, ടോവിനോ ചേട്ടൻ ഇത് കാണുകയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞു 35 അല്ല 37 ഉണ്ടെന്ന്. മറ്റേ എന്താണ് വിക്കിപീഡിയയിൽ 35 എന്നാ കൊടുത്ത്, ഈ ചേട്ടൻ പറഞ്ഞത് 37 ഉണ്ടെന്നാ. നോട്ട് ചെയ്തു. ശരിക്കും ചേട്ടന്റെ ഏജ് എത്രയാ? 35. ചേട്ടന് 35 ആവാൻ. ഓക്കെ, ആസിഫ് അലി. 38. ചേട്ടാ എന്നാ എന്റെ ഏജ് ഒന്ന് ഗസ് ചെയ്യും. നീ എന്റെയും കൂടെ. അയ്യോ, എനിക്ക് അത്ര പ്രായമൊന്നും ഇല്ല. ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തായിരിക്കും. ചേട്ടാ മുഖം നോക്കി പറഞ്ഞാ മതി. ശരിക്കും നോക്കാത്തപ്പോ 24 പറയാം. ശരിക്കും നോക്കിയപ്പോ 29. ഇത്ര നേരം ഞാൻ ചേട്ടൻ തന്നെ എനിക്ക് തിരിച്ചു തന്നതാണല്ലേ? ശരിക്കും 22. കുട്ടിയാ ചേട്ടാ ഞാൻ. എന്താ? ഓക്കെ, പിശുക്ക് എന്റെ സ്വഭാവത്തിൽ കാലങ്ങളായി ഉള്ള ഒന്നാണ്. പിശുക്കില്ല എനിക്ക്. ലക്ഷറി ലൈഫാണോ? ലക്ഷറി ലൈഫ് അല്ല, എന്നാലും ഉള്ള പൈസക്ക് ചെലവാക്കും. അങ്ങനെ പിശുക്കാറില്ല. ചേട്ടാ ഞാൻ പറഞ്ഞില്ല കേട്ടോ പിശുക്കനാണ്. ഈ ചേട്ടൻ എഴുതി തന്ന ക്വസ്റ്റ്യനാ. പിശുക്കനൊന്നും അല്ല. എനിക്ക് കണ്ടപ്പോ തന്നെ തോന്നി ചേട്ടാ പിശുക്കനൊന്നും അല്ലാന്ന്. ചേട്ടാ ഇനി അടുത്തെന്ന് വെച്ചാല് ഞാൻ എന്റെ ഉള്ളിലുള്ള ഇതൊക്കെ ചേട്ടാ ഞാൻ ഒന്ന് എക്സ്പ്രസ് ചെയ്തോട്ടെ. ചേട്ടാ ചേട്ടൻ ഒരു കാര്യം അറിയോ? ഈ ഇന്റർവ്യൂ ഞാൻ ചോദിച്ചു വാങ്ങിച്ച ഇന്റർവ്യൂ. ചേട്ടനെ അപ്പു ചേട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യണമായിരുന്നില്ലേ, ഒരു ഇന്റർവ്യൂ താ പറഞ്ഞതാരാന്ന് പറയും. ഞാൻ സത്യവാ. കാരണം എന്താണെന്ന് അറിയോ, എനിക്ക് ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിരുന്നു. അല്ല ഞാൻ ചോദിച്ചു, ആദ്യം തന്നെ ചോദിച്ചു ആരാണ് അമ്മയും മോളെന്നൊക്കെ ഞാൻ ചോദിച്ചില്ലേ. പിന്നെ അഭിഹിതത്തിന് സപ്പോർട്ട്, ഇതൊക്കെ എനിക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യമായിരുന്നു. പക്ഷെ ശരിക്കും വേറെ ഒന്നും, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ചേട്ടന്റെ ഫസ്റ്റത്തെ ആ ഒരു എപ്പിസോഡേ ഭയങ്കര ഇഷ്ടം. ചേട്ടൻ എന്ത് ഇങ്ങനെ ഇരിക്കണേ? ഒരാൾ ഇഷ്ടാന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെയാണ് ഇരിക്കണേ. ഇതാണ് ഇഷ്ടം പറയാൻ പോലും തോന്നില്ല. ചേട്ടനൊരു കാര്യം അറിയോ, ചേട്ടൻ പ്രൊഫൈൽ എനിക്ക് കാണാൻ പാടാ. പ്രൊഫൈലില് ഇവിടെ അല്ലേ, ഇവിടെ ചേട്ടന് മറ്റേ ഡ്യൂഡിന്റെ ആട് 1 ആട് 2ന്റെ ഒരു ഫോട്ടോ, നടുക്ക് നിഴലാളത്തിന്റെ ഒരു ഫോട്ടോ, പിന്നെ ഇപ്പുറത്ത് അതിന്റെ പേര് മറന്നു, ബൈക്കിലൊരു ചേച്ചിയായിട്ട് ആളങ്കത്തിന്റെ, പിന്നെ ഇവിടെ മറ്റേ ഇപ്പോഴത്തെ നന്ദ ചേച്ചിയാണ് ആ ചേച്ചി. ഞാൻ ഇതിന് എത്ര ദിവസമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നറിയോ? ചേട്ടാ ഇത് ഭയങ്കര പുച്ഛാട്ടോ ചേട്ടാ. ശരിക്കും ഇങ്ങനെ ആരെങ്കിലും ഇഷ്ടം പറഞ്ഞ ചേട്ടൻ എന്തായിരിക്കും ചേട്ടൻ ഒരു റിയാക്ഷൻ? ജീവിതത്തിലുള്ള ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു ലവ് അഫെയർ ഒന്നും ചേട്ടാ. ഞാൻ അങ്ങോട്ടേ പറഞ്ഞു ഇഷ്ടമോ? എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്? എന്നാലും ഒരു ഏകദേശം ഇപ്പൊ അംഗനവാടി വിട്ട് പറയണോ, അല്ലെങ്കിൽ കോളേജ് ലൈഫിൽ പറയണോ, സ്കൂൾ ലൈഫിൽ പറയണോ? സ്കൂൾ ലൈഫ് അല്ല, മൊത്തത്തിലൊരു കണക്ക്. സ്കൂൾ ലൈഫിൽ അന്ന് എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്? എനിക്ക് ഈ പഠിക്കുന്ന വീട്ടിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ. ചേട്ടാ ഞാൻ നന്നായിട്ട് പഠിക്കും. പഠിക്കുന്ന വീട്ടിലൊക്കെ ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. ഇതെന്താ ഞാൻ പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ മൈൻഡ് ചെയ്യാത്തെ? എനിക്ക് കൊച്ചു കുട്ടിയല്ലേ, 22 വയസ്സിൽ. ഞാനത് അടിച്ചു നോക്കി, 29 ആവോ, അങ്ങനെയെങ്കിൽ ഇപ്പൊ നോക്കാൻ വിചാരിച്ചു. 22 ഉള്ളൂ. വേണമെങ്കിൽ 29 ആവാം, പ്രശ്നമൊന്നുമില്ല. ഈ ചേട്ടൻ പറഞ്ഞ 40 ഒന്നുമില്ല കേട്ടോ. അത് ചേട്ടന്റെ വയസ്സാ ചേട്ടൻ പറഞ്ഞത്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എത്ര പ്രപ്പോസൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? ഇല്ല ചേട്ടൻ എത്ര പേര്, എന്നാലും ഏകദേശം ഒരു കണക്ക് പറയുവാണെങ്കിൽ 6 പേരുള്ളോ? അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. എത്ര പേര് സെറ്റായി? 6 പേര് സെറ്റായി.
2 or 3 സെറ്റ് ആയിട്ട്. റിജക്ഷൻ വേദനിപ്പിച്ചിട്ടുണ്ടോ ലൈഫിൽ? ഇല്ല, അതിന് ശീലമായോണ്ട് കുഴപ്പമില്ല. ആദ്യമൊക്കെ ഒരു വിഷമം തോന്നി, പിന്നെ പിന്നെ ഇങ്ങനെ ശീലമായി. പുച്ഛായി മൊത്തം. അതെ.